കോഴിക്കോട് താമരശ്ശേരിയിൽ മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷം. പ്രവർത്തന രംഗത്തൊന്നും വിട്ടുനിന്ന പ്രവർത്തകർ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും ഔദ്യോഗിക പക്ഷം സഹകരിച്ചില്ല എന്നാണ് ആരോപണം. തിരുവമ്പാടിയിലും കുറ്റ്യാടിയിലും കനത്ത വിഭാഗീയത നിലനിൽക്കുന്നതിനിടെ താമരശ്ശേരിയിലെ പ്രവർത്തകരുടെ നിസ്സഹരണം നേതൃത്വത്തിന് തലവേദനയാകുന്നു. ഇതിനിടെ PMA സലാമിനെതിരെ ദുബായ് KMCC സെക്രട്ടറി VKK റിയാസിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. സലാം സാഹിബ് നമ്മൾ പുറത്ത് ന്യായീകരിക്കുന്നൊന്നും നോക്കട്ടെ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ജനറൽ സെക്രട്ടറിക്ക് ഒരിക്കലും യോജിച്ച യോഗ്യനുമല്ല മുസ്ലിം ലീഗ് പോലൊരു സംഘടനയിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കാലം ഈ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി INL എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു സംഘടനയിൽ നിന്ന് വന്നിട്ട് കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ വലിയൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുക എന്ന് പറയുന്നത് തന്നെ ലോജിക്കലി തെറ്റാണ്. രാഷ്ട്രീയമായിട്ട് തന്നെ അതിലൊരു അധാർമികത നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇയാളെ ഈ എടുത്തുചാട്ടവും ഒരു പക്വതയില്ലാത്ത പ്രതികരണങ്ങളും അത് വലിയ പ്രശ്നമാണ്. ഇയാൾ അങ്ങനെയാണ്. ഇയാളൊരു INL ലെവലിലാണ് ഇപ്പോൾ ലീഗിനെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അഭിലാഷിന്റെ വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ പ്രാദേശികമായ തർക്കങ്ങളാണ്, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാവുകയും ചെയ്യും. എങ്ങനെയാണ് ഇപ്പോൾ പുതിയ വിഭാഗീയത വന്നിരിക്കുന്നത്? എന്ത് വിഷയത്തിലുള്ള വിഭാഗീയതയാണ്? നേതൃത്വം ഇടപെടുന്നില്ലേ? സ്മൃതി, ഇത് ഏതെങ്കിലും തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വരുമ്പോൾ അത് അവിടെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന 3 മണ്ഡലങ്ങളാണ്. ഒന്ന് തിരുവമ്പാടി, ഒന്ന് കൊടുവള്ളി, മറ്റൊന്ന് കുറ്റ്യാടിയാണ്. ഈ 3 മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ വിഭാഗീയതയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നേരത്തെ തിരുവമ്പാടിയിലും കുറ്റ്യാടിയിലും നിരവധി പേരെ, അതായത് ഭാരവാഹികളായ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ താമരശ്ശേരിയിലും സമാനമായ നിലയിൽ തന്നെ അവിടുത്തെ താമരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ, പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റെയും സെക്രട്ടറിയും പുറത്താക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് അവിടെ ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കും. പക്ഷേ അവിടെ മറ്റുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി തന്നെ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ള ഒരു തലവേദനയാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെയുള്ള വെല്ലുവിളികളും ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സാമ്പത്തികമായും അല്ലാതെയും മറ്റുള്ള നിരവധി വിവാദങ്ങൾ ഉയർന്നു വരുന്നു നേതാക്കൾക്കെതിരെ. ആ ഒരു സാഹചര്യത്തിൽ നേതൃത്വം ശക്തമായി ഇടപെടുകയും 2 പക്ഷത്തെയും ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗിക പക്ഷം അതിനോട് സഹകരിക്കാതെ വരുന്നതോടുകൂടി തന്നെ ആ കമ്മിറ്റി രൂപീകരണം പോലും എങ്ങും എത്താതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ PMA സലാമിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വരുന്നത്. അതായത് KMCC ദുബായ് ഘടകത്തിൻ്റെ കോഴിക്കോട് ജില്ലാ ഘടകത്തിൻ്റെ ഭാഗത്ത് നിന്ന്, സെക്രട്ടറിയുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരുന്നത്. അതായത് PMA സലാം ഈ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്നടക്കം പറയുന്നൊരു ഓഡിയോ സന്ദേശമാണ്, ഇവിടുത്തെ ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നേതൃത്വം, അതായത് സാദിഖലി തങ്ങൾ തന്നെ ഇടപെട്ട് നടത്തുന്നുണ്ടെങ്കിൽ പോലും എങ്ങും എത്താതെ ഇരിക്കുന്നു. അതായത് കീഴ്ഘടകത്തിലെ നേതാക്കളൊന്നും ഇതിനോട് സഹകരിക്കാതെ അവർ അവരുടെ താല്പര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരികയും ചെയ്യുന്നത്. സ്മൃതി, ശരി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.